കൂട്ടുകാരെ, ഞാൻ എൻ്റെ മകൾക്ക് കുറച്ച് നാരങ്ങ ഇവരിവിടെ വാങ്ങിക്കൊണ്ട് വന്നു. നാരങ്ങ അച്ചാറിടാൻ വേണ്ടി തയ്യാറാക്കുകയാണ്. നല്ലെണ്ണയിലോട്ട് വഴറ്റി വെച്ചിട്ടുണ്ട്. മുളക് പൊടി ചൂടാക്കി വെച്ചിട്ടുണ്ട്. നാരങ്ങ കഷ്ണം വെട്ടുന്നു. ഓക്കെ, കഷ്ണം വെട്ടിയതിന് ശേഷം മുളക് പൊടിയും ഞാനിതിൽ ചേർക്കുന്നത് മുളക് പൊടി, ഉപ്പുപൊടി രണ്ടും ഞാൻ ചൂടാക്കി വെച്ചിട്ടുണ്ട്. കായപ്പൊടി, ഇത്രയും സംഭവങ്ങളെ ചേർക്കും. നല്ലെണ്ണയും, വേറെ ഇഞ്ചി വെളുത്തുള്ളി ഇതൊന്നും ഞാൻ ചേർക്കില്ല. ഓക്കെ, തീർന്നിട്ട് കാണിക്കാം. ഹലോ കൂട്ടുകാരെ, ഞാൻ നാരങ്ങ മുഴുവൻ കഷ്ണങ്ങളാക്കി നീളത്തിലാണ് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുള്ളത്. ഇനി മുളക് പൊടിയൊക്കെ ചൂടാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് ചൂടാക്കി വെച്ചു. ഇനി ചിലപ്പോൾ കുറച്ചുകൂടെ വേണ്ടി വരുമെന്ന് തോന്നുന്നു. നാരങ്ങ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലുണ്ട്. പിന്നെ ഇവിടുത്തെ നല്ലെണ്ണ എനിക്ക് അത്ര വിശ്വസിക്കാൻ പറ്റുന്നില്ല. നല്ലെണ്ണ നമ്മളെ നാട്ടിലൊക്കെ ഇതേ നല്ലെണ്ണയിലെ അച്ചാറുണ്ടാക്കും. പണ്ട് കാലത്ത് ഇതേ ഒന്നും ഇല്ല. എൻ്റെ അമ്മയുടെയൊക്കെ കാലത്തൊന്നും ഇതേ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ലൂസ് നല്ലെണ്ണയാണ് കിലോ കണക്കിന് വാങ്ങിക്കുന്നതും നല്ലെണ്ണ കൂടുതൽ ഉപയോഗിക്കുകയും ചെയ്യുമായിരുന്നു. ഇപ്പം എല്ലാവരും ഇതേ നല്ലെണ്ണയോടാണ് ഞാനും അതാ ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ഇതേ നല്ലെണ്ണ എന്നല്ല പറഞ്ഞിട്ട് സീസാം ഓയിൽ എന്ന് പറഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. എനിക്കതെന്തോ ഒരു മണം നിൽക്കുമ്പോൾ എന്തോ ഒരു വ്യത്യാസം പോലെ തോന്നുന്നു. എന്തായാലും നമുക്കിതൊന്ന് ഇട്ട് നോക്കാം. ഓക്കെ, ഞാൻ ഇട്ട് കഴിഞ്ഞിട്ട് കാണിക്കാം. കൂട്ടുകാരെ, ഞാൻ നാരങ്ങ കൂട്ടെല്ലാം ചേർത്ത് റെഡിയാക്കി വെച്ചേക്കുവാണ്. നല്ലെണ്ണ ചേർത്തു, എല്ലാം ചേർത്ത് കൈ കൊണ്ട് ഞാൻ തൊടാതെയാണ് ചെയ്യുന്നത്. നാരങ്ങ വെട്ടാൻ കൈ കൊണ്ട് തൊട്ടേ പറ്റുള്ളൂ. അത് കഴുകി ഞാൻ കത്രിക കൊണ്ടാണ് വെട്ടിയത്. പിന്നീട് ഞാൻ ഇനി കൈ തൊടുന്നില്ല. കൈ തൊടാതെ ഒരു ഭരണിയുണ്ട്, ആ ഭരണിയിലോട്ടാക്കണം. അതിൽ കൊള്ളാത്തത് ഒരു ബോട്ടിലോ മറ്റോ ആക്കിയാണ്. ഇത് ക്വാണ്ടിറ്റി കുറച്ച് കൂടുതലുണ്ട്. വച്ച് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് മാത്രമേ ഇത് തുറന്നു നോക്കത്തുള്ളൂ. അന്നേരം ഉപ്പോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചേർക്കുന്നതാണ്. അപ്പം ഞാനിടുന്ന നാരങ്ങ ഈ രീതിയിലാണ്. നല്ല ടേസ്റ്റാണ്. വർഷങ്ങളോളം കേടാവാതാണ് എൻ്റെ വീട്ടിലിരിക്കുന്നത്. ഇനി ഇവിടെ എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല, തണുപ്പ് രാജ്യം ആയതുകൊണ്ട്. ഓക്കെ, ഇതിനി ഞാൻ ബോട്ടിലാക്കിയതിന് ശേഷം അടുത്ത കാണിക്കാം. ഹലോ കൂട്ടുകാരെ, എൻ്റെ നാരങ്ങ അച്ചാറെല്ലാം 2 ഭരണിയിലും, കുഞ്ഞൊരു ഭരണി, അതും പോരാതെ ഒരു കൊച്ചു ബോട്ടിൽ, ഇത്ര ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. എല്ലാത്തിലും ഫില്ലാക്കി ഞാൻ കൈകൊണ്ട് തൊടാതെ സ്പൂണ് വെച്ചാണ് എല്ലാം ചെയ്തിട്ടുള്ളത്. നോക്കാം നമുക്ക് എങ്ങനെയുണ്ട് എന്നുള്ളത്. ഒരാഴ്ച കഴിഞ്ഞ് തുറന്നു നോക്കും. ഓക്കേ.